പ്രാണായാമം പ്രാണന്റെ സ്വഭാവവും മനുഷ്യശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന വിധിയും നേരിട്ട് അനുഭവിച്ച മഹർഷിമാരാണ് രൂപപ്പെടുത്തിയത്. ശ്വാസം മുഖാന്തരം പ്രാണനെ നിയന്ത്രിച്ച് ശരീരത്തിലും മനസ്സിലും സമത്വം കൈവരിക്കുക, ഉയർന്ന ചൈതന്യാവസ്ഥകളിലേക്ക് ഉയരുക, ഒടുവിൽ പരമസത്യത്തോട് ഏകീകരിക്കുക. ഇതാണ് പ്രാണായാമത്തിന്റെ ലക്ഷ്യം. പ്രാണായാമത്തിന്റെ അടിസ്ഥാനം ശ്വാസത്തിന്റെ 3 ഘട്ടങ്ങളാണ്. പൂരകം ശ്വാസം ഉൾക്കൊള്ളൽ, കുംഭകം ശ്വാസം നിലനിർത്തൽ, രേചകം ശ്വാസം പുറന്തള്ളൽ. വിവിധ രീതിയിൽ ഇവയെ ചേർത്താണ് പ്രാണായാമത്തിന്റെ പല അഭ്യാസങ്ങളും ഉണ്ടാകുന്നത്. പതഞ്ജലി മഹർഷി പറഞ്ഞതുപോലെ ശ്വാസം ഉൾക്കൊള്ളലിന്റെയും പുറന്തള്ളലിന്റെയും ഇടയിലുണ്ടാകുന്ന ഇടവേളയാണ് പ്രാണായാമം. കുംഭകത്തിന്റെ പ്രാധാന്യം. പൂരകവും രേചകവും കുംഭകത്തെ സുലഭമാക്കാനുള്ള മാർഗങ്ങളാണ്. കുംഭകത്തിലാണ് പ്രധാന ഗുണം. കാരണം അതിലൂടെ പ്രാണന്റെ ആഗാഹനം കൂടുതൽ ശക്തമാകുന്നു. കോശങ്ങളിൽ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും നല്ല രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ശ്വാസം ശരീരത്തിലെ അവയവങ്ങളുമായും മനസ്സുമായും അടുത്ത ബന്ധമുണ്ടെന്നതിനാൽ ശ്വാസത്തെ നിയന്ത്രിക്കുന്നത് ശരീരവും മനസ്സും നിയന്ത്രിക്കുന്നതുപോലെയാണ്. പ്രാണായാമം ആരംഭത്തിൽ ശരീരത്തിലെ നാഡികൾ അഥവാ ഊർജ്ജ ചാനലുകൾ ശുദ്ധീകരിക്കുന്നു. ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പറയുന്നത് മനുഷ്യന്റെ പ്രാണശരീരത്തിൽ 72,000-ത്തിലധികം നാഡികളും 6 പ്രധാന ചക്രങ്ങളുമുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യനിൽ പല നാഡികളും തടസ്സപ്പെട്ടിരിക്കുന്നു. ചക്രങ്ങൾ ഭാഗികമായി മാത്രമാണ് ഊർജം വിടുന്നത്. അതിനാലാണ് നമ്മുടെ ശരീരം, മനസ്സ്, ബോധം തുടങ്ങിയവയെല്ലാം പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കാത്തത്. ശാരീരിക മാനസിക രോഗങ്ങൾ ഈ തടസ്സങ്ങളുടെ കാരണവും ഫലവുമാണ്. ഈ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ സംസ്കാരങ്ങൾ അഥവാ മുമ്പത്തെ അനുഭവങ്ങളുടെ വിത്തുകൾ, പുരുഷാർത്ഥം, അനുഗ്രഹം അഥവാ ദൈവകൃപ എന്നീ 3 ഘടകങ്ങളുടെ സംയോജനമാണ്. പ്രാണായാമം അഭ്യസിക്കുമ്പോൾ ഈ തടസ്സങ്ങൾ ക്രമേണ നീങ്ങുകയും പ്രാണൻ സ്വേച്ഛയായി ഒഴുകുകയും ചെയ്യും. പ്രാണായാമത്തിൽ പരിശീലനം ചെയ്ത് ഉയർന്ന തലങ്ങളിലെത്തിയാൽ പ്രാണന്റെ പ്രവാഹദിശ നിയന്ത്രിക്കാനും ചക്രങ്ങളിൽ നിന്ന് കൂടുതൽ ഊർജം പുറത്തുവിടാനും സാധിക്കും. ഇവ പ്രവർത്തനക്ഷമമായപ്പോൾ പുതിയ അനുഭവങ്ങൾ ഉദിക്കും. ഈ ഘട്ടത്തിൽ ഗുരുവിന്റെ മാർഗനിർദ്ദേശം നിർണായകമാണ്. അഷ്ടാംഗയോഗയിൽ പ്രാണായാമത്തിന്റെ സ്ഥാനം എന്താണെന്ന് നോക്കാം. പ്രാണായാമം അതുമാത്രമായി ചെയ്യുന്ന അഭ്യാസമല്ല. അഷ്ടാംഗയോഗയിൽ പ്രാണായാമത്തിനു മുൻപ് യമനിയമങ്ങൾ, ഷഡ്കർമ്മങ്ങൾ, ആസനങ്ങൾ എന്നിവ വരുന്നു. പ്രാണായാമത്തിനു പിന്നാലെ പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാണ്. അന്നമയ കോശത്തിൽ നിന്ന് ആനന്ദമയ കോശത്തിലേക്കുള്ള ക്രമേണയായ സമതുലിതമായ യാത്രയാണ് ലക്ഷ്യം. ഹഠയോഗ പ്രദീപിക പറയുന്നു, ആസനങ്ങളും വിവിധ കുംഭകങ്ങളും മറ്റു യോഗമാർഗങ്ങളും എല്ലാം അഭ്യസിക്കണം. അങ്ങനെ രാജയോഗത്തിൽ വിജയിക്കാം. ഇവിടെ പ്രാണായാമത്തിന്റെ പ്രധാന ലക്ഷ്യം പ്രത്യാഹാരത്തെ സമ്പൂർണ്ണമാക്കുക എന്നതാണ്. അത് വെറും ഇന്ദ്രിയ വിലയമല്ല, മറിച്ച് എല്ലാ അനുഭവങ്ങളെയും പരമസത്യത്തിന്റെ പ്രകടനമായി കാണുന്ന അവസ്ഥയാണ്. അപ്പോഴാണ് പ്രാണൻ അത്ര ശക്തിയായി വികസിച്ച് ഒരാൾക്ക് 3 മണിക്കൂർ വരെ ശ്വാസം പിടിച്ചുവെക്കാൻ കഴിയുന്നത്. ശിവസംഹിത പറയുന്നു, 3 മണിക്കൂർ വരെ ശ്വാസം പിടിച്ചുവെക്കുമ്പോൾ പ്രത്യാഹാരത്തിന്റെ അത്ഭുതാവസ്ഥയിൽ എത്തുന്നു.